ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ LDC എക്സാമിന് ചോദിച്ച ഈ ഒരു ചോദ്യം കണ്ടില്ലേ? നോക്കി, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയായിരുന്നു ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? അതുപോലെ തന്നെ 41ാമത്തെ ചോദ്യം എന്ന് നോക്കി, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം എളുപ്പമുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ബുക്ക് ബേസ്ഡ് ആയിട്ട് കുറേ വരുമ്പോൾ, നമുക്ക് തീർച്ചയായിട്ടും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ? എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയുള്ള കുറച്ചെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ, കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ കാണണം. അതായത് വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന എക്സാമിന് ചിലപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്ന് ധാരാളം ചോദിച്ചേക്കാം. ഓക്കെ, 20 മാർക്സ് അതിൽ നിന്നാണല്ലോ. ബാക്കി ഇതും നമുക്ക് ബുക്സ് ബേസ്ഡ് ആയിട്ടും SCRT ടെക്സ്റ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാണുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ സ്പെഷ്യൽ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സർക്കാർ പദ്ധതികളും കൂടെ നോക്കുന്നതായിരിക്കും കേട്ടോ. കേരള സർക്കാർ പദ്ധതികൾ, എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അത് ഇക്കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടേ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യ ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയ ആദ്യ സൈനിക അഭ്യാസമാണ് അല്ലേ? ഇന്ത്യയും ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയത്. അതേതാണ്? സൈക്ലോൺ 2023 ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീർ ഗാർഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന എന്താണ്? വ്യോമാഭ്യാസമാണത്. ഓക്കെ, ഇത് വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ. എന്നാൽ സൈനികാഭ്യാസം, അതും ആദ്യമായിട്ട് ഇന്ത്യ ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയ ആദ്യ സൈനികാഭ്യാസമാണ് ഇത്, സൈക്ലോൺ 2023. എന്നാൽ എന്താണ് ശത്രുനാശ്? ഓക്കെ, ശത്രുനാശ് എന്ന് പറയുന്നത് 2022 ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ് ശത്രുനാശ് എന്ന് പറയുന്നത്. അതിൻ്റെ വേദി ഏതായിരുന്നെന്നറിയോ? താർ മരുഭൂമിയായിരുന്നു. ഓക്കെ, താർ മരുഭൂമിയായിരുന്നു രാജസ്ഥാനിലെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സൈനികാഭ്യാസങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഫയലിംഗ് പോർട്ടലുമായി പൂർണ്ണമായി സംയോജിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഫയലിംഗ് പോർട്ടലുമായി പൂർണ്ണമായി സംയോജിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമർ സർക്കാർ എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം അല്ലേ? ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ ജിയോ ടാഗിൻ്റെ കണ്ട പോലെ അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമാണിത്. അമർ സർക്കാർ എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് കേട്ടോ. അടുത്ത ചോദ്യം. 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോ ഏതാണെന്നറിയോ? ജൂട്ട് മാർക്ക് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യ ലോങ് ഡിസ്റ്റൻസ് CNG ബസ് നിലവിൽ വന്നത് എവിടെയാണ്? ഓക്കെ, ഇന്ത്യയിൽ ആദ്യ ലോങ് ഡിസ്റ്റൻസ് CNG ബസ് നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സറിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? ശക്തി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് വികസിപ്പിച്ചത് IIT മദ്രാസാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏതാണ്? ശക്തിയാണ്. അത് IIT മദ്രാസിലാണ് നിർമ്മിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ബഹിരാകാശ മാലിന്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഓക്കെ, ഏതാണ്? ബഹിരാകാശ മാലിന്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ISROയുടെ പദ്ധതിയാണ് നേത്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തെ ആദ്യ 3D പ്രിൻറ്റിംഗ് റോക്കറ്റ് ഏതാണ്? ടെറാൻ 1 ആണ്. ഓക്കെ, ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏത് ഉത്സവത്തെയാണ്? ഏതാണെന്നറിയോ? തൃശ്ശൂർ പൂരമാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2021 ഡിസംബറിൽ യുനെസ്കോ പൈതൃക പദവി ലഭിച്ച താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് ആഘോഷത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതാണ് താഴെ തന്നിട്ടുള്ളവയിൽ 2021 ഡിസംബറിൽ യുനെസ്കോ പൈതൃക പദവി ലഭിച്ച ആഘോഷം ഏതാണെന്നറിയോ? ദുർഗാ പൂജയാണ് കേട്ടോ. ഓക്കെ, കൊൽക്കത്തയിലെ ദുർഗാ പൂജ. ഓക്കെ, നെക്സ്റ്റ്. പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്നറിയോ? വളപട്ടണം നദിയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം വളപട്ടണം നദിയാണ്. അടുത്ത ചോദ്യം. മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതാണ്?
നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ശിവനാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. യക്ഷഗാനം പതിവായി നടത്താറുള്ള ഒരു ക്ഷേത്രമാണ് ഇത് മല്ലികാർജ്ജുന ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേരള സർക്കാർ പദ്ധതികൾ. അത് ആരോഗ്യക്ഷേമ പദ്ധതികളാണെങ്കിലും ശരി, സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ അംഗപരിമിതരുടെയൊക്കെ സംരക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള സ്കീംസ്, അങ്ങനെയുള്ള കുറച്ചധികം തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്കീംസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെയും കുറച്ച് സ്കീംസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള സിമിലർ നെയിംസ് ഉള്ള കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം LDCയുടെ ആദ്യത്തെ ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം പദ്ധതികൾ. സ്റ്റേജ് 3യിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഇതിന് നമുക്കിത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ പദ്ധതി നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ഓക്കെ, അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും അതുപോലെ തന്നെ കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യ നീതി ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയ കിരണം. ഓക്കെ, അപ്പോൾ എന്താണ് അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. ആരാണ് നടപ്പിലാക്കുന്നത് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്? ഇതാണ് കേരള സാമൂഹ്യ നീതി ശിശു വികസന വകുപ്പാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അഭയം നൽകുന്നവർക്ക് എന്നുള്ള രീതിയിൽ അഭയ കിരണം. ഓക്കെ, നെക്സ്റ്റ് നോക്കി, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നെയിമിന് സിമിലർ ആണ് ആരോഗ്യ കിരണം അല്ലേ, പക്ഷെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എന്താണ് ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് ആരോഗ്യ കിരണം. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകളും അതുപോലെ തന്നെ എന്താണ് പരിശോധനകൾ, ചികിത്സകളൊക്കെ സർക്കാർ ആശുപത്രികളിൽ എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും, സൗജന്യമായിരിക്കും. അപ്പോൾ 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ഈ ആരോഗ്യ കിരണം പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. ഏതാണ്? സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി. ഓക്കെ, അടുത്തത് നോക്കാം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസ കിരണം. ഓക്കെ, ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു ധനസഹായ പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചരിക്കുന്നവർക്കല്ലേ, അപ്പോൾ ആ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപയാണ് ധനസഹായമായിട്ട് നൽകുന്നത്. ഓക്കെ, ഈ പദ്ധതിയിൽ മുഴുവൻ സമയവും പരിചരിക്കാൻ ആളുകൾ വേണമെന്നുള്ള രോഗികളുണ്ട്. ഓക്കെ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതുപോലെ തന്നെ 100% അന്ധരായവർ, ശയ്യാവലംബരായ ക്യാൻസർ രോഗികൾ, പ്രായാധിക്യം മൂലം കിടപ്പിലായവർ, അതുപോലെ ബ്രിട്ടിൽ ബോൺ രോഗമുള്ളവർ എന്നിവരെയൊക്കെ പരിചരിക്കുന്നവരൊക്കെ ഈ ഒരു ഇതിലാണ് പെടുക. അപ്പോൾ അതേതാണ്? ആശ്വാസ കിരണം. അടുത്തത് നോക്കാം. പട്ടികജാതി വിഭാഗത്തിനായി KKEM ഷോർട്ടാക്കി എഴുതിയതാണ് കേട്ടോ. കേരള നോളജ് ഇക്കണോമിക് മിഷൻ എന്നാണ്. ഓക്കെ, കേരള നോളജ് ഇക്കണോമിക് മിഷനാണ് നടപ്പിലാക്കുന്ന വൈജ്ഞാനിക പദ്ധതിയാണ് എന്ത്? പഞ്ചമി. ഓക്കെ, പഞ്ചമി എന്നുള്ളതാണ് പേര് കേട്ടോ. പട്ടികജാതി വിഭാഗത്തിനായിട്ട് ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള നോളജ് ഇക്കണോമിക് മിഷൻ നടപ്പിലാക്കുന്ന വൈജ്ഞാനിക പദ്ധതികളിൽ കുറച്ചധികമുണ്ട്. ഇതിൽ പട്ടികജാതിയുടെയാണ് നമ്മൾ എടുത്തെഴുതിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് വേറെയും ഉണ്ട് കേട്ടോ പദ്ധതികൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിക്കാം. അടുത്തത്, തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ത്? നിലാവ്. അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണല്ലേ, നിലാവ് ലൈറ്റ് എന്നൊക്കെ തരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് LED കൂടുതൽ വൈറ്റ് ലൈറ്റ് ആണല്ലോ നമ്മൾ കാണുന്നത്, LEDയുടെ അങ്ങനത്തെ ആണല്ലോ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ കേട്ടോ. പിന്നെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട് സുകൃതം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആശ്വാസ കിരണവും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അടുത്തത്, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ദൃഷ്ടി. ഓക്കെ, ദൃഷ്ടി എന്നുള്ള ആ ഒരു ഇത് എന്തിനാണ്? പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത്, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജീവൻ ധാര. ഓക്കെ, ജീവൻ ധാര എന്നാണ് അതിൻ്റെ പേര്. കുടുംബശ്രീ മിഷന്റെ കീഴിൽ വന്നതാണ്. അതായത് കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? ജീവൻ ധാര. അത് കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന്, ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടി മനസ്സിലാക്കുക. അടുത്തത് നോക്കാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക്
ഓക്കെ, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്? വയോമധുരം. മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വയോമധുരം 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്താണ് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വയോമധുരം. ഓക്കെ, അടുത്തത് സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സഹായ കേന്ദ്രമാണിത് സഹജീവനം. ഓക്കെ, സഹജീവനം. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സഹായ കേന്ദ്രമാണിത് സഹജീവനം. അപ്പോൾ നോക്കിയ അടുത്ത പദ്ധതി, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഓക്കെ, അപ്പോൾ അംഗപരിമിതർക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് എന്ത്? അന്നദായിനി. അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നീട് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ത്? താലോലം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുൻപും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് എന്ത്? ആർദ്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കേട്ട് കാണും നവകേരള മിഷൻ എന്ന് പറയുന്ന സംഭവം. എന്താണ് നവകേരള മിഷൻ? നവകേരള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച ഒരു സമഗ്ര വികസന പദ്ധതിയാണ് എന്ത്? നവകേരള മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10-നാണ്. ഓക്കെ, നവംബർ 10-നാണ്. അപ്പോൾ ഈ ഒരു നവകേരള മിഷന്റെ ഇതിൽ വരുന്ന കുറച്ച് പദ്ധതികളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ ആർദ്രവ്. ഓക്കെ, ഒന്ന് ആർദ്രമാണ്. പിന്നെ എന്നുള്ളത് ഹരിത കേരളമാണ്. ഓക്കെ, ഹരിത കേരളം. പിന്നെ ലൈഫ് ഉണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഷോർട്ട് ഫോം ആക്കി ജസ്റ്റ് എഴുതി നോക്കൂ കേട്ടോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ ഈ 4 പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ആർദ്രം, ഹരിത കേരളം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതാണ് നവകേരള മിഷന്റെ ഇതിൽ വരുന്ന പദ്ധതികൾ. അത് ആർദ്രം നമ്മൾ കണ്ടു അല്ലെ. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടാണ് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ആർദ്രം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഹരിത കേരളം എന്ന് പറയുന്നത്? ഹരിത കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കൃഷി, ജലസേചനം, അതുപോലെ ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹരിത കേരളം. അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീം തന്നെയാണ് എന്ത്? ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ലൈഫ് എന്ന് പറയുന്നത്. ഈ ലൈഫിന്റെ ഫുൾ ഫോം എന്താ? ലൈഫിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ്ലിഹുഡ്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ഓക്കെ, ഇതാണ് ലൈഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഫുൾ ഫോം. അപ്പോൾ ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നുള്ളതാണ് ലൈഫിന്റെ ഫുൾ. അപ്പോൾ അതാണ് ലൈഫിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വേറൊന്നുമല്ല, എന്താണ്? വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് എന്ത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും നവകേരള മിഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ് പദ്ധതി താഴെ തന്നിട്ടുള്ളവയിൽ എന്നുള്ള രീതിയിൽ ചോദിക്കും. മുൻപ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക 4 എണ്ണം. 1 ആർദ്രം, 2 ഹരിത കേരളം, 3 ലൈഫ്, 4ാമത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഓക്കെ, ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നതിൽ മനസ്സിലാക്കിക്കൊണ്ട് അതും ഉൾപ്പെടുത്തി ഇനി വേറെയും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കൂടെ ഉൾപ്പെടുത്തി ജസ്റ്റ് ഒന്ന് ചെയ്തുന്നുള്ളൂ കേട്ടോ. കാരണം പദ്ധതികൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ. അതിൽ ഏറ്റവും വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികൾ നോക്കിയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണ് അവസാനിപ്പിക്കാം. വേറെ ഒന്നല്ല, നമ്മൾ എന്തൊക്കെ കണ്ടു? സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സും കണ്ടു, അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസും കണ്ടു, കുറച്ച് പദ്ധതികളും കണ്ടു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.